ഹായ്. പണ്ടത്തെ മുതലാളി. അതെ, പേര് ഇബ്രാനിക്ക. അവരുടെ വീട്ടിനടുക്ക് എത്തി. നമ്മള് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിന്റെ തൊട്ടപ്പുറത്തെ ഒരു കോറിയിലാണ് പണിയെടുത്തോണ്ടായിന്. അപ്പോൾ കോറിന്റെ ക്രഷറിന്റെ ആ കോറിയിലെ കല്ല് കൊണ്ടിടുന്നത് ഒരു ക്രഷറിലാണ്. ആ ക്രഷറിന്റെ ഇവരാണ് ഇബ്രാനിക്ക. നമ്മളെ മാമനും കോറേന്റെ ഇതേനും മാമന്റെ വണ്ടിയിലാണ് ഞാൻ നേരെ ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരുന്നുണ്ടായിന്. തൊട്ടപ്പുറത്തെ കോറിയിലാണ്. കോറി എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് നമ്മൾ റോഡിലിടുന്ന ചീളുകൾ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ ആ കോറിയിൽ ഞാൻ പണിയെടുത്തോണ്ടായിന്. അപ്പോൾ ആ ക്രഷറിന്റെ അവരാട്ടാ. അപ്പോൾ അവരെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇന്നാൾ നമ്മൾ ഇവരെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അന്നേരം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നീ വീട്ടിലേക്ക് വരണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇന്നാൾ നമ്മളൊരു ദിവസം വന്നിട്ടുണ്ട്. അന്നേരം ഉള്ളിൽ ജസ്റ്റ് കയറിയിട്ട് പോയി. ഇപ്പം പക്ഷെ എല്ലാവരും ഉണ്ട്. ഇതിലൂടെ നമ്മൾ പോക്കാണ്, വീട്ടിലേക്ക് വന്ന വഴിയാണ്. നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഇത് ചോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ക്രഷർ ഉള്ളത്. അപ്പോൾ അതാ ഇതിന്റെ വീടിന്റെ ചുറ്റും കണ്ട അത് റോഡ് കേട്ടാ, ഫുൾ പച്ചപ്പാണ്. ഈ വീടിന്റെ പണിയെടുക്കുന്ന സമയത്ത് നമ്മളിലോട്ട് ലോറിയിൽ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. മേലെ വണ്ടീൻ്റെ മേലെ എന്നിട്ട് ഇങ്ങനെ പോയാൽ അന്നേരം ഈ വീടിന്റെ ഓരോ പണിയും ഇങ്ങനെ നോക്കി ഇതിൻ്റെ ഒരു വലിയ മതിലുണ്ടേ, എല്ലാം. അപ്പം നമ്മളിങ്ങനെ പറയും, ഈ മതിൽ കെട്ടുന്നതിനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട് എടുക്കാനാ പറയും. അന്നേരം ആ വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ വീടാട്ടാ, ഞാൻ ദൂരത്തുനിന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതിൻ്റെ അകത്തേക്ക് പോകാൻ പോകുന്നത്. പണ്ടേയുള്ള ആഗ്രഹമാണ് ഈ വീടിൻ്റെ അകം കാണുമെന്നില്ലേ. ഇന്നാളൊരിക്കാനെ വിളിച്ചിട്ട് അന്നേരം ഞാൻ നമ്മുടെ നാട്ടിലെ സത്താർഖാൻ്റെ ഏട്ടൻ ലത്തീഫ്ക്കല്ല ഹനീഫ്ഖാൻ്റെ ഒപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അന്നേരം എനിക്കിത് കാണാൻ പറ്റി, ഉള്ളെല്ലാം കയറി. പക്ഷേ വീട്ടിലെല്ലാവരും വീട്ടിലിട്ട് പോകുമ്പോൾ ഇവർക്ക് കയറണം എന്നുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ ജനുമാമൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ആ മാമൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് ഇബ്രാനിക്ക. അപ്പോൾ മാമൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ഇബ്രാനിക്കനെ കാണുമ്പോൾ എനിക്ക് തോന്നൽ. അപ്പോൾ ഇപ്പം ഞാൻ മാമൻ്റെ വീട്ടിൽ വന്ന പോലെ തന്നെ ഉള്ളത്. അവർ ഇക്ക ഭയങ്കര ഇഷ്ടത്തോടെ വാടാ കയറി എന്നെല്ലാം പറഞ്ഞ ഇവിടെ വണ്ടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ച് ഇറങ്ങി. അപ്പോൾ ഈ വീട് കുറച്ച്, അപ്പോൾ ഈ ഒരു വീട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകാനാണ്. കയറി വരുമ്പം തന്നെ ഇത് കുറേ കൊല്ലമായി ഞാൻ നേരെ പണിയെടുക്കുമ്പോൾ അങ്ങനെ കുറേ കൊല്ലമായി. അതെ. ഈ മോഡൽ പറഞ്ഞാൽ അങ്ങനെ ഇട്ടാന്ന് ഇരിക്കില്ല. ഇതപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മോഡലാണെന്ന് തോന്നുന്നു. എല്ലേനോ അല്ലേ? അതെ. ഇതേണ്ട കയറി വരുമ്പം തന്നെ എങ്ങനെയുള്ളതേ ലിവിങ് ഏരിയ. വന്ന ഉടനെ ഇവരുടെ അകത്തേക്ക് കയറി കേട്ടാ. വാവി ഉറങ്ങുന്നുണ്ട്. ഋത്തിക്കേ വാമനെ അക്വേറിയം. അപ്പോൾ അതാ കയറി വരുമ്പോൾ കേട്ടാ ഇതിൻ്റെ ഇവിടെ കാണാനുണ്ടേ. നോക്കിയേ മേലെല്ലാം കണ്ട നല്ല ഭംഗിയായിട്ടുണ്ടേ. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ, റൂമുകളിലെന്നാണ് പറഞ്ഞത്. ഇക്ക നമുക്ക് അങ്ങോട്ട് പോകാം. അതിലിടക്ക് ഇവരുടെ അടുത്ത് വിഷം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക നമസ്കാരം, എന്തെല്ലാന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഞാൻ പറയുമെന്ന് എൻ്റെ മാമൻ്റെ ആ ഒരു പ്രസൻസ് ഭയങ്കര. നമുക്ക് മാമൻ തന്നെ മാമന്റെ അതേ ഇത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം ഞാനുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ അത് വല്ലാതെ വൈബാണ്. എനിക്ക് എൻ്റെ ഒരു ഏട്ടന എന്നാ എനിക്കറിയില്ല, ഒരു നല്ല ബന്ധം എപ്പോൾ ഈ സമയത്തും. പിന്നെ ഞാന്ന് വെച്ചാൽ കണ്ട് പരിചയപ്പെട്ട് ഇതായി. പിന്നെ എന്തോ എനിക്ക് പറയാൻ പറ്റില്ല. ആ ബന്ധം ഒരു വല്ലാത്ത ബന്ധമാണ്. പിന്നെ അവൻ മരിക്കുന്ന അന്ന് എൻ്റെ എൻ്റെ ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മേ അത് അവിടുന്ന് കടന്നിട്ട് പോകുന്നു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നേരം നമ്മളെ മാമൻ്റെ ഓർമ്മകളും കാര്യങ്ങളും വന്ന്. അപ്പോൾ നമ്മുടെ ജനുമാമനെ നമ്മുടെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. മാമൻ പെട്ടെന്നാണ് നമ്മളൊരു ദിവസം വിട്ടു പിരിഞ്ഞത്. മാമൻ പോയതിന് ശേഷം നമ്മളെല്ലാവരും കുറേ പെട്ടെന്ന് നമ്മളൊരു ഇതില്ലാണ്ടായിപ്പോയി. അങ്ങനെ അതിൻ്റെ അകത്ത് നമ്മൾ റിക്കവർ ചെയ്യാൻ തന്നെ കുറേ നാളുകളെടുത്ത്. നടന്ന് നമ്മൾ ഓരോരാളും മാമൻ്റെ ഇതിലായിരുന്നു എല്ലാവരും ഉണ്ടായി. അപ്പോൾ ഓരോരാളും ഒറ്റപ്പെട്ടു. അതായത് ഓരോരാളും ഇങ്ങനെ അതിന് പിന്നെ എല്ലാം ഒറ്റക്കായല്ലോ. നല്ല കഷ്ടപ്പെട്ട് ഞാൻ നേരെ മാമൻ്റെ കുറേ വണ്ടിയിൽ ഇതായിരുന്നു. പെട്ടെന്ന് ഞാനും കരുതി നമുക്ക് എവിടെയെങ്കിലും ദുബായിലൊക്കെ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്നതായിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. മാമൻ പെട്ടെന്ന് പിരിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി. അങ്ങനെ ഏതെല്ലോ സ്ഥലത്ത് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം നമ്മൾ എത്തിയെന്ന് ഈ വീട്ടിലെത്തി ഇക്കാനടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ പഴയ ഓർമ്മകളും കാര്യങ്ങളിലാണ് വരുന്നത്. അവനെ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആട്ടാ ഇക്കനെ കണ്ടേ. അവിടെ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങുപോയത് ഒരു വല്ലാത്തൊരു സങ്കടം പോലെ, ഒരു പടച്ചൽ പോലെ നമ്മളിങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വീടൊന്ന് കാണിക്കാം. നമ്മൾ വീട് കാണിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നമ്മളോരോന്ന് പറഞ്ഞു വന്നപ്പോൾ വിഷമായി പോയി. വീടിൻ്റെ സെൻട്രാൾ ഇങ്ങനെയാണുള്ളത്. റൂമെല്ലാം ഇങ്ങനെ മുകളിലുമായിട്ടുണ്ട് താഴെയായിട്ടുണ്ടെന്നാണ് ഒക്കെ പറഞ്ഞത്. പഴയ സിനിമയിലാണ് അധികം കൊണ്ടാണ്. രജനീകാന്തിന്റെ സിനിമയിലെല്ലാം കാണാം ഇങ്ങനെ
ഭാഷ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതെ അതെ അതെ. അവർ മുകളിലെ ഭാഗത്തും റൂമുകളുണ്ട്, താഴെ ഭാഗത്തും റൂമുകളുണ്ട്. കിച്ചൺ അങ്ങോട്ട് ആ സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അതിലിടയ്ക്ക് ഇവർ മുകളിലേക്കൊന്ന് പോകുമെന്ന്. മുകളിലേക്ക് പോവാം. ഇതിലോട്ട് പോയാൽ ആദ്യം എത്തുക, അതിലോട്ട് കഴിഞ്ഞിട്ട് രണ്ടും ഒരേ ദൂരം തന്നെയായിരിക്കും. ഇതിലോട്ട് കയറാം. എന്താ മേലെ നോക്കുമ്പോൾ താഴെ അമ്മേ നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല കേട്ടോ. കുറേ സ്റ്റെപ്പ് ഉണ്ട്. മുകളിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെ റൂമുണ്ട് ഇങ്ങോട്ടേക്ക്. അതുപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ വീട് ഒരു ഇത് ഇവിടെയാണ് പുറത്തേക്കുള്ള സ്ഥലം. മുകളിൽ നിന്ന് ഇങ്ങനെ ഇടനാഴിയാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ റൂം. ഇത് ബെഡ്റൂം അല്ലേ? ആ, ഇതൊരു ബെഡ്റൂം. ഞാനിങ്ങനെ അത് കാണിച്ചു വന്നിട്ട് ബെഡ്റൂം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇതൊരു ബെഡ്റൂമാണ്. ഗ്ലാസ് ആട്ടോ കൊടുത്തിന്. ഒന്നും പറയാനൊന്നും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കലാണ്. എലിവേറ്റർ ഉള്ളത് കേട്ടോ, സത്യമായിട്ട്. ഇവിടെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ. ബാത്റൂം അടക്കില്ല, ബാത്റൂമാണ്. നമ്മളെ സാധാരണ നമ്മളെ റൂമിന്റെ അത്രയുള്ള ബാത്റൂം. നമ്മളെ റൂമിന്റെ നമ്മുടെ സെൻട്രലിന്റെ അത്ര ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ ബാത്റൂം. നമ്മളെ സെൻട്രൽ റൂം ഗ്ലാസ് കേട്ടാ. ഇങ്ങോട്ടേക്കും പാലിക്കണേ. വേണ്ട നോട്ടി തുറക്കണ്ടപ്പാ. എല്ലാം ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം സ്ഥലമെല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. അമ്മ തായേന്ന് പഴയ കഥകളെല്ലാം പറയലാണ്. ഇത് ഇങ്ങോട്ടേക്ക് ഇല്ല കവി അങ്ങോട്ടേക്ക് റൂം ബാൽക്കണി. നമ്മളിന്നും അകത്തുനിന്ന് ഇങ്ങോട്ട് വന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ളത് വന്ന് താഴത്തേക്കുള്ള സ്ഥലം. ഗസ്റ്റ് ഹൗസ് സിറ്റ് എന്നാന്ന് പറയാ, മറ്റേ സിറ്റ് ഔട്ട് ഓഫ് ദി ഗെറ്റ് ഔട്ട്. അങ്ങനെ അത് ഗസ്റ്റ് ഹൗസ് അതാ വെച്ചാൽ അത് മറ്റേ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പണ്ട്. ആ സമയത്തുള്ളതാണ്. അവരെ കാണുന്ന വലിയ റൂം. വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ലൈറ്റുകൾ. വാവ ഇങ്ങനെ വാവ നോക്കി. വാവേന്റെ കളിയും പോയിനി. നമ്മളെ കളി നേരത്തെ പോയിനി, ഇവന്റെ കളി ഇപ്പം പോയി. അവന്റെ രണ്ടോട്ടം പോയി കളി. ഈ ലൈറ്റ് ഉണ്ടാവണി തൊള്ള തൊള്ള തൊള്ള. കവി താഴെത്തി. ഇവിടെ റൂമുണ്ട് കേട്ടാ. ഓ, റാഷീൻ്റെ റൂം. വാ നടക്ക്. നമ്മൾ താഴേക്ക് ഇറങ്ങലാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെ പോയിട്ട് സ്ഥലമല്ലേ. ഇതൊരു പുറത്തേക്കലുള്ളൊരു സംഭവം. ഞാൻ വേറെയും വീട്ടിൽ കണ്ടു. ഓ ഋത്തിക്കിടെയുള്ളേ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം. ഓ അതിനുള്ളിൽ പോവാ അല്ലേ? ആ, അപ്പൊ ഇനി നമ്മുടെ മെയിൻ സ്ഥലം കിച്ചൺ, അതിലേക്ക് അകത്തേക്ക് പോവാം. ഇതാണ് കിച്ചൺ. ഇവരെ ഇത് ഒന്നും വെക്കലില്ല, അങ്ങനെ കാണാൻ മാത്രമല്ലേ എന്നല്ലേ? അതെ, അതായത് കാണാൻ മാത്രമല്ല കിച്ചണൊക്കെ. വർക്കെല്ലാം ഇങ്ങോട്ടായിരിക്കും. വേറൊരു കിച്ചൺ. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മള് 3 കിച്ചൺ കഴിഞ്ഞു കേട്ടോ.
ഇതാണ് ഭക്ഷണം വെക്കുന്ന സ്ഥലം. തിരികെ കിച്ചണിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ ഇതൊന്നും ഇവർ ചെറിയ ചെറിയ പരിപാടിക്ക് യൂസ് ആക്കലെന്നോ അല്ലേ. ശരിക്കും ഈ വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ ഇത് ഓരോ ഇത് കണ്ടാൽ തിരിയില്ല. ആ അരിഹാൾ ഇങ്ങനെയല്ല കേട്ടോ. ഇവിടുന്ന് പണിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചിലോട്ട് കൊണ്ടുവരികയും ചെയ്യാം. അങ്ങോട്ട് ചോദിക്കട്ടെ എന്താ വേണ്ടത്. തിന്നായിരുന്നാളെ ഇങ്ങോട്ട് വെക്കുന്നല്ലേ. അത് ഇതിലോട്ടാണ് അങ്ങോട്ടേക്കുള്ള എൻട്രി. അനിഹാൾ വരും വീണ്ടും സെൻട്രലിലേക്ക്. എല്ലാം സെൻട്രൽ നിന്നില്ല ഇത് തന്നെ അല്ലേ കവി. കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഇത് അറിഞ്ഞിട്ടില്ല എത്തിക്കൊന്നും. ഇതേന്ന് വന്നാലും നമ്മൾ ഇതിൻ്റെ സെൻട്രലിൽ എത്തും കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ എപ്പം വിചാരിക്കും ഇതിലേക്ക് കൂടി പോകുമ്പോൾ ഇബ്രാഹിം ഖാൻ്റെ വീടിൻ്റെ ഉള്ളൊന്ന് കാണണമെന്ന്. ഒരിക്കലും സാധിക്കില്ല. ഇന്ന് എന്തോ ദൈവനിശ്ചയം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി. അപ്പോൾ ഇബ്രാഹിം കടിയുണ്ട്, കണ്ടു, ചായ കുടിച്ചു, വീട് മൊത്തം കണ്ടു, സന്തോഷമായി. അപ്പോൾ ഇബ്രാഹിന്റെ ഭാര്യ നമുക്ക് ഇതാ നല്ല നാരങ്ങ തന്നിട്ടോ. നാരങ്ങ കറി വെക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഇങ്ങനെ വീഡിയോ നിൽക്കുമ്പോൾ ഒരു ആദ്യമായിട്ടായതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് നിൽക്കായിട്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്, ചുറ്റിലുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ആദ്യമല്ല ഒരു ചമ്മൽ പോലെ തന്നെ ഉണ്ട്. അതേപോലെ അവർക്കും ആദ്യം അത് പെട്ടെന്നില്ലേ നമ്മള് കുറേ ആള് കാണുന്നില്ലേ അങ്ങനെ ഒരിക്കലും ഇതുപോലെ ആയിട്ടാണ്. നാടൻ നാടൻ ആ ഇനി അത് വെക്കണ്ട കേട്ടാ. വെച്ചിട്ട് പോലെ അതാ നല്ലത്. നടക്കും ഫാഷൻ മുട്ട് വലുതാട്ടാ. ചോകുന്നത് ഒന്നും എനിക്ക് എടുക്കാൻ കഴിയില്ല. കുഞ്ഞിക്കൈമില് എന്താ എടുക്കാൻ കഴിഞ്ഞില്ലേ? നമുക്ക് പോവാം ചേട്ടാ. പോവാറുങ്ങാന്നല്ലേ. കുറേ ചെടിയും കാര്യങ്ങളിലും ഉണ്ട് ഇടാ. ഇവർക്ക് ഒരു ചെടീൻ്റെ ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ. മയിൽ പോകുന്ന വഴി നമ്മൾ ഇന്നാളൊരിക്കൽ പോയാലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങലായി. അപ്പോൾ ഈ വീട് നമ്മൾ പുറത്തൂട്ട മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളിവിടെ വന്ന് നമ്മൾ പഴയ കുറേ ഓർമ്മകളെല്ലാം നമ്മൾ എന്താ പറയുക എന്തായാലും വെള്ളിമുങ്ങിയാ ഏട്ടാ ആടിയാ അതെങ്ങനെയാ പറയാ. അതെനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അവിടുത്തെ ആ ക്രിസ്മസ് ട്രീ ഏട്ടാ ഇത്.